അടുത്തതായിട്ടുള്ള ടോപ്പിക് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. നമ്മളാണ് ക്ലയൻറ്റ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു വെബ്സൈറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഫെസിലിറ്റീസിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അറിയാൻ വേണ്ടിയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ എന്തുമാകട്ടെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഒരു വെബ് പേജ് ഇപ്പോൾ ബാങ്കിങ് ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറണം, എന്നിട്ട് എനിക്ക് അറിയണം അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ അക്കൗണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൽ നിന്നും എനിക്ക് കുറച്ച് പൈസ മാറ്റിയിടണം. സാധാരണ ഇപ്പോൾ മൊബൈൽ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, ഇങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ വെബ് ബേസ്ഡ് ബാങ്കിങ്ങിനായിട്ട് ആ ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് ഞാൻ കയറും. അപ്പോൾ തന്നെ എനിക്ക് അതിൽ നെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ യൂസർ നെയിമും പാസ്വേഡും അവർ തരുന്നുണ്ട്. ആ യൂസർ നെയിമും പാസ്വേഡും ഞാൻ എൻ്റർ ചെയ്യണം. ഇത് ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം HTTPS, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. ഈ ഒരു സംവിധാനം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ എൻ്റർ ചെയ്യുന്നതായിട്ടുള്ള ആ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ടൈപ്പ് ചെയ്ത ശേഷം അത് അങ്ങനെ തന്നെ എൻക്രിപ്റ്റ് ചെയ്യുക. അതായത് അതങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്ത ശേഷം അത് സെർവറിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അത് സെർവറിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ സെർവറാണ് തീരുമാനിക്കുന്നത് ഈ യൂസർ നെയിമും ഈ പാസ്വേഡും കറക്റ്റാണോ എന്നുള്ളത്. അങ്ങനെ അത് കറക്റ്റാണെന്നുള്ളത് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ആ അക്കൗണ്ട് ഓപ്പൺ ആവുള്ളൂ, അതിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. ഇതേ സംവിധാനം തന്നെയാണ് എല്ലാ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ കയറുമ്പോൾ സംഭവിക്കുന്നത്. അത് എന്തിനാണ് അങ്ങനെ വെക്കണമെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ യൂസർ നെയിമും പാസ്വേഡും ഒരിക്കലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യരുതെന്ന് പറയും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം നമുക്ക് ഓൺലൈൻ സംവിധാനങ്ങളാണ്. അപ്പോൾ ഈ യൂസർ നെയിം പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ ATM പിൻ നമ്പർ പോലെ അത്രത്തോളം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഈ യൂസർ നെയിമും ഈ പാസ്വേഡും നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കണം. അല്ലെങ്കിൽ അതിൽ ഒരു ലെറ്റർ പോലും മിസ്സിങ് ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പിന്നീട് നമ്മുടെ ആ അക്കൗണ്ടിലേക്ക് കയറാൻ സാധിക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ബാങ്കിൽ നിന്നാണ് നെറ്റ് ബാങ്കിങ് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ അവരാണ് യൂസർ നെയിമും പാസ്വേഡും നമുക്ക് തരുന്നത്. അപ്പോൾ തന്നെ അവരുടെ ആ സെർവറിൽ അത് റെക്കോർഡഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സെർവറിന് അറിയാം നമ്മൾ ഈ പറഞ്ഞ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ സെർവറിലേക്ക് അത് ചെല്ലുമ്പോൾ ഈ HTTPS എന്ന സംവിധാനത്തിലൂടെ അതിന് മനസ്സിലാവും ഇത് കറക്റ്റ് ആ യൂസറിൻ്റെ സെയിം നെയിമും പാസ്വേഡുമാണ് തന്നിട്ടുള്ളതെന്ന്. പകരം നമ്മളതിൽ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ ഒരിക്കലും ആ നെറ്റ്വർക്കിലേക്ക് നമുക്ക് കയറാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഈ പറഞ്ഞ ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തതായി ഒരു ബ്രൗസർ, നമ്മുടെ മോസില്ല അതല്ലെങ്കിൽ ഗൂഗിൾ ക്രോം, ഏതെങ്കിലും ഒരു ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു വെബ്സൈറ്റിനെ അല്ലെങ്കിൽ ഒരു വെബ് പേജിനെ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു റിക്വസ്റ്റാണ് കൊടുക്കുന്നത്. ആ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെർവർ എന്ത് ചെയ്യും എന്നറിയാമോ? ആ സെർവർ അവിടെ ചെക്ക് ചെയ്യും. അതിന് ഒരു SSL സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റ് വളരെ കൃത്യമായിട്ടുള്ളത് ാണോ, ഇങ്ങനൊരു വെബ്സൈറ്റ് ഉണ്ടോ എന്ന ചെക്കിംഗ് ആണത്. അപ്പോൾ ആ SSL സർട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ അത് ബ്രൗസറാണ് ചെക്ക് ചെയ്യുക. ആ ബ്രൗസർ അത് ചെക്ക് ചെയ്തിട്ട് അത് വാലിഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പിന്നീട് അതിൽ തന്നെ ഉപയോഗം നടത്താൻ പറ്റുള്ളൂ. അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഒന്നുകിൽ ആ പേജ് നമുക്ക് ഡിസ്പ്ലേ ആവാതാവും, അല്ലെങ്കിൽ ബ്ലോക്ക് ആവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ കാണിക്കും. ഇതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ധാരാളമായിട്ട് ഈ വെബ്സൈറ്റുകളൊക്കെ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ സെയിം പോലെ
പോലെയുള്ള ഒരുപാട് വെബ്സൈറ്റുകളുടെ ഡ്യൂപ്ലിക്കേറ്റുകൾ വരെ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാവും, നമ്മുടേതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഹാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്താനും അത് നമുക്ക് ഒരുപാട് അപകടങ്ങൾക്ക് കാരണമാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ SSL സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ ബ്രൗസർ അത് വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ഉപയോഗങ്ങൾക്കെല്ലാം ലഭിക്കുന്നത്. ഇനി അതിനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമാവലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഈ ഹാക്കിംഗ് തടയുക എന്നത് അതിൻ്റെ ഒരു പ്രധാന കാര്യമാണ്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഓരോ വെബ്സൈറ്റുകളിൽ കയറുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിൽ കയറി നമ്മുടെ പേരും വിവരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കുമ്പോൾ ഈ രജിസ്റ്റർ ചെയ്യാൻ പറയുന്ന വിവരങ്ങൾ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുമോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ആ വെബ്സൈറ്റുകളിൽ മാത്രം കയറുക, അവിടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്യുക എന്നൊരു രീതി നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എന്നാൽ തന്നെയും ചിലപ്പോൾ നമുക്ക് വളരെ അട്രാക്റ്റീവായി വളരെ ഇംപ്രസീവായി തോന്നുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ അത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആവില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അതിനു വേണ്ടി ഒരു നിയന്ത്രണം എന്നുള്ള നിലയ്ക്കാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ HTTPS എന്ന സംവിധാനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. ഈ സംവിധാനത്തിലൂടെ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റുകളിലേക്ക് കയറുന്നതായ എല്ലാ ക്ലയൻറ്റുകളുടെയും ആവശ്യമുള്ള വിവരങ്ങളെല്ലാം അവിടെ രഹസ്യമാക്കി സൂക്ഷിക്കുന്നു. അപ്പോൾ ഒരിക്കലും ഹാക്ക് ചെയ്യപ്പെടാതിരിക്കുകയും അഥവാ ഹാക്ക് ചെയ്യപ്പെട്ടാൽ തന്നെയും അതിലുള്ള വിവരങ്ങൾ ഒരിക്കലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു പോകുന്നില്ല എന്നർത്ഥം. അപ്പോൾ ആ രീതിയിൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, എല്ലാ ഡീറ്റെയിൽസുകളും മറ്റുള്ളവർക്കൊക്കെ എത്തും. അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഹാക്കിംഗ് തടയുക എന്ന് മാത്രമല്ല, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ ഒരിക്കലും മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കുക എന്നുള്ളത് കൂടി ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നമുക്ക് തീർച്ചപ്പെടുത്തുന്നു.